അഡ്ഹോക്ക് ലേണിംഗിന്റെ ലോ ക്ലാസ്സസിലേക്ക് സ്വാഗതം. നമ്മൾ ലീഗൽ അസിസ്റ്റന്റ് പരീക്ഷ എഴുതിയിരിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം കട്ട് ഓഫിനോട് ചേർന്ന് നിൽക്കുകയാണ് അല്ലെങ്കിൽ കട്ട് ഓഫിന്റെ മുകളിലാണോ എന്നെല്ലാം വിചാരിച്ചിരിക്കുന്ന ആൾക്കാർക്ക് എങ്ങനെയായിരിക്കും ഇത് കട്ട് ഓഫ് വരുന്നത്, കട്ട് ഓഫ് വരാറായോ, കിട്ടുമോ എന്നുള്ള ഒരു ആകാംക്ഷയിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. പലരുടെയും പ്രൊഫഷണൽ ആൻസർ കീ വെച്ചിട്ടായിരിക്കും ഇപ്പോൾ നമ്മൾ മാർക്ക് പലരും കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അത് കഴിഞ്ഞ് ഫൈനൽ ആൻസർ കീ വരാനുണ്ട്. പല ചോദ്യങ്ങളും ചിലപ്പോൾ ഡിലീറ്റ് ചെയ്ത് പോയേക്കാം. അതെല്ലാം നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ നമ്മുടെ പലരുടെയും ആകാംക്ഷയിലേക്ക് നമ്മളൊരു RTI വെച്ചിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം എത്ര പേര് ഈ പരീക്ഷ എഴുതിയെന്നും എത്ര പേര് അതിൽ കൺഫർമേഷൻ കൊടുത്തു എന്നും ഉള്ള ഡീറ്റെയിൽസ് എല്ലാം, എത്ര പേരാണ് അപ്ലൈ ചെയ്തത്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് നിങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് ആദ്യ ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം, എപ്പോഴാണ് ഇന്റർവ്യൂ ഉണ്ടാവുക, എപ്പോഴാണ് റാങ്ക് ലിസ്റ്റ് വരിക എന്നുള്ളതിന്റെ ആ ഒരു പ്രതീക്ഷയിലായിരിക്കും നിങ്ങൾ പലരും. അതിനെക്കുറിച്ചും കൂടി ഒന്ന് സംസാരിച്ചു പോകാം എന്നുള്ളതാണ് വിചാരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതാണ്, ഒക്ടോബർ 23-ാം തീയതി പരീക്ഷ കഴിഞ്ഞു. ഏകദേശം ഒരു മാസത്തോളം ആവാറായിട്ടുണ്ട്. ഫൈനൽ ആൻസർ കീ വരാറായിട്ടുണ്ട്. ഫൈനൽ ആൻസർ കീ ഈ മാസം തന്നെ, നവംബർ മാസത്തിൽ തന്നെ ഫൈനൽ ആൻസർ കീ വരുന്നതായിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റ് ഷോർട്ട് ലിസ്റ്റുകൾ അധികം വൈകാതെ തന്നെ, ഫൈനൽ ആൻസർ കീ വന്നു കഴിഞ്ഞാൽ അധികം വൈകാതെ തന്നെ ഷോർട്ട് ലിസ്റ്റ് വന്നേക്കാം. ഡിസംബർ മാസത്തിലല്ല, ഒരുപക്ഷെ ഷോർട്ട് ലിസ്റ്റ് വന്നേക്കാം. അതായത് ജനുവരി ഫെബ്രുവരിയോട് കൂടിയിട്ടായിരിക്കും ഇന്റർവ്യൂ നടക്കുന്നുണ്ടാവുക. ജനുവരി ഫെബ്രുവരിയോട് കൂടിയിട്ട് ഇന്റർവ്യൂ നടന്നാലാണ് മാർച്ച് ഏപ്രിൽ മാസങ്ങൾ മാത്രമേ പിന്നെ PSCയുടെ മുമ്പിൽ ബാക്കിയുള്ളൂ. മെയ് മാസത്തിൽ റാങ്ക് ലിസ്റ്റ് വരണം. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് മെയ് മാസത്തിൽ അവസാനിക്കുകയാണ്. അതിനു മുമ്പായിട്ട് തന്നെ പുതിയ റാങ്ക് ലിസ്റ്റ് വരണം. ഈ അടുത്ത PSC നടത്തിയ പരീക്ഷകൾക്കെല്ലാം കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് കഴിയുന്നതിന് തൊട്ട് മുമ്പായി തന്നെ പുതിയ റാങ്ക് ലിസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡിലേ ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ PSC എങ്ങനെയാണ് പോകുന്നത് അതുപോലെ തന്നെ ലീഗൽ അസിസ്റ്റന്റിലും സംഭവിക്കും. അതുകൊണ്ട് തന്നെ മെയ് മാസത്തിൽ പുതിയ റാങ്ക് ലിസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുള്ളിൽ തന്നെ PSCയുടെ ഇത്രയും പ്രക്രിയകൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ദെൻ നമ്മൾ RTI കൊടുത്ത സമയത്ത് നമുക്ക് മനസ്സിലായത് ഏകദേശം 8022 പേര്, ഏകദേശം അല്ല, ടു ബി എക്സാക്ട് 8022 പേരാണ് ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളത്. പലരും നമ്മുടെ അടുത്ത് ചോദിച്ചിരുന്നു, ഒരുപാട് പേര് അപ്ലൈ ചെയ്യുന്ന എക്സാം അല്ലേ, 20,000 പേര് 50,000 പേരൊക്കെ പരീക്ഷയ്ക്ക് ഉണ്ടാവില്ലേ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോഴേ നമ്മൾ പറഞ്ഞിരുന്നു അത്രയും പേരൊന്നും ഉണ്ടാവില്ല, പേടിക്കണ്ട, വേക്കൻസികൾ കുറവല്ലേ എന്നെല്ലാം എല്ലാവരും ചോദിക്കുമ്പോൾ പറയാറുണ്ടായിരുന്നു. മറ്റ് PSC പരീക്ഷകളെ സംബന്ധിച്ചിടത്തോളം ഇതിനത്ര വലിയ കോമ്പറ്റീഷൻ ഇല്ല, നിങ്ങൾ ഒന്ന് ആഞ്ഞു ശ്രമിച്ചാൽ കിട്ടും എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. കാരണം എന്താ, മറ്റു പല പരീക്ഷകളും 5 ലക്ഷം 10 ലക്ഷം പേര് എഴുതിയിട്ടാണ് 200-300 പേർക്ക് ജോലി കിട്ടുന്നത് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു 8022 പേര് മാത്രം അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു പരീക്ഷയായിരുന്നു. അതിൽ 30-40-50 പേർക്ക് ജോലി കിട്ടുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു ഒരു റേഷ്യോ ആണ് അല്ലെ, ശരിയല്ലേ? സോ നോക്കുക, അതിൽ 8022 പേര് അപ്ലൈ ചെയ്താലും 6796 പേര് മാത്രമാണ് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവിടെ തന്നെ ഏകദേശം 1300ഓളം പേര് പോയി. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം 5114 പേര് മാത്രമാണ് എക്സാം എഴുതിയിട്ടുള്ളത്. 5114 പേര് മാത്രമാണ് എക്സാം എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഏകദേശം 5000 പേരിൽ നിന്ന് മാത്രമാണ് ഈ ഒരു പരീക്ഷ നടന്നിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. സോ ഇതിന്റെ കട്ട് ഓഫിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മുമ്പും പറഞ്ഞതാണ്, വളരെ ഇത്തിരി ടഫായിട്ടുള്ള എക്സാം. കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഇപ്രാവശ്യം ഇത്തിരി ടഫായിട്ടുള്ള എക്സാം ആയിരുന്നു. പക്ഷെ കോമ്പറ്റീഷൻ സ്ട്രോങ് ആയിരുന്നു. അതായത് പഠിക്കുന്ന ആദ്യത്തെ കുറച്ച് കുട്ടികൾ നല്ല രീതിയിൽ പഠിച്ചവരുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ മാറ്റം, കഴിഞ്ഞ പ്രാവശ്യത്തെ 50 മാർക്കിൽ നിന്നും ഒരുപാട് താഴേക്ക് പോകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. എന്നാലും 50-ൽ താഴെയുള്ള കട്ട് ഓഫ് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു 40കളിൽ ആയിരിക്കും കട്ട് ഓഫ്. എന്നാൽ തന്നെ 40കളിൽ ഒരുപാട് പേരുണ്ട്. നമ്മൾ ഒരു സർവേ ഒക്കെ നടത്തിയ സമയത്ത് 42, 43, 44 മാർക്കുകളിൽ ഒരുപാട് പേര് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. സോ അതിലെവിടെയെങ്കിലും ആയിരിക്കണം കട്ട് ഓഫ് വരുന്ന, ഒരു 44 ഒക്കെ ആവാം എന്നുള്ളത് പ്രതീക്ഷിക്കുന്നു. 42 to 45 ആ റേഞ്ചേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ടു ബി എക്സാക്ട് ആയിട്ടുള്ള ഒരു നമ്പർ പറയാൻ പറ്റില്ല. കാരണം അത് ആദ്യത്തെ ഒരു 50 പേരൊക്കെ നല്ല രീതിയിൽ ടോപ്പ് പെർഫോമേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കട്ട് ഓഫ് കയറിയേക്കാം അല്ലെ, അത്രയും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ നമ്മുടെ അഡ്ഹോക്ക് ലേണിംഗിനകത്തെല്ലാം 60 മാർക്കിൽ മീതി 50 മാർക്കിൽ മീതിയൊക്കെ മാർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പേരുണ്ട്. അവരെല്ലാം നമ്മുടെ അടുത്ത് അറിയിക്കുകയുണ്ടായി. സോ അതിനർത്ഥം 50-ൽ മീതെ കട്ട് ഓഫ് പോകുന്നല്ല കേട്ടോ. കാരണം കഴിഞ്ഞ പ്രാവശ്യം 38 പേരാണ് റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നത്. ഏകദേശം അത്രയൊക്കെ തന്നെ ആയിരിക്കാം ഇപ്രാവശ്യം റാങ്ക് ലിസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഇതിനെ പ്രതീക്ഷിക്കാൻ. പിന്നെ ഇനി ഈ മാർക്ക് ഇല്ലാത്തവരോട് എനിക്ക് പറയാനുള്ളത്, പലർക്കും 40 മാർക്ക് മാത്രം അല്ലെങ്കിൽ പ്രതീക്ഷ അത്രയും വരാതെ മാക്സിമം എഫേർട്ട് എടുത്ത് പഠിച്ചിട്ടും അവസാന നിമിഷങ്ങളിൽ നെഗറ്റീവ് മാർക്കുകൾ വരുത്തി, ചിലപ്പോൾ 50, 55, 60 ക്വസ്റ്റ്യൻസ് ഒക്കെ ശരിയാക്കിയിട്ടുണ്ടാവാം. പക്ഷെ ഒരുപാട് നെഗറ്റീവുകൾ വന്ന് മാർക്ക് വളരെ താഴേക്ക് പോയി പ്രതീക്ഷ മാർക്ക് ഇല്ലാതെ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അവരെ ഒക്ടോബർ 23 മുതൽ നമ്മുടെ മനസ്സിനെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ടാവാം. അങ്ങനെ മാർക്ക് കുറഞ്ഞിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വിഷമിച്ചിരുന്നിട്ട് പ്രത്യേകിച്ച് ഒന്നും തന്നെ നേടാനില്ല. നമുക്ക് ഈ ചെറിയ ചെറിയ കാര്യങ്ങളിൽ തട്ടി വീണ് കഴിഞ്ഞാലും ഇതിനേക്കാൾ വലിയ വലിയ കാര്യങ്ങൾ നമ്മളെ തേടി അവിടെ ഇരിക്കുന്നുണ്ടാവും. ഇത് നമ്മുടെ മനസ്സിലകത്ത് എപ്പോഴും ഉണ്ടാവണം. ഇതൊരു അറ്റംപ്റ്റ് ആയിരുന്നു, വൺ ഓഫ് ദ ബെസ്റ്റ് അറ്റംപ്റ്റ് എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. ചിലർക്കെങ്കിലും ഇത് പോരായിരുന്നു, കുറച്ചുകൂടി നന്നായി പഠിക്കാമായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം.
ഇനിയും അത് കാത്തിരിക്കുന്ന ഒരുപക്ഷെ അടുത്ത നോട്ടിഫിക്കേഷൻ വരെയും നിങ്ങൾ കാത്തിരിക്കും പലരും. അടുത്ത നോട്ടിഫിക്കേഷൻ വരുമ്പോഴായിരിക്കും ഇത്രയും പെട്ടെന്ന് ഈ സമയം മുഴുവൻ പോയോ, ഇനി പഠിച്ചു തുടങ്ങിയാലോ. അപ്പം വീണ്ടും ഇതേ ഡൗട്ടുകൾ വന്നു. ഇനി പഠിച്ചാൽ കിട്ടുമോ, അയ്യോ ഇനി സമയമുണ്ടോ, ഇനി കഴിഞ്ഞ വർഷത്തെ പോലെ ആവുമോ എന്നൊക്കെയുള്ള തോന്നല് ആ സമയത്ത് തോന്നിയിട്ട് കാര്യമില്ല. സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഇപ്പോൾ ഇവിടെ നിന്നും സ്റ്റാർട്ട് ചെയ്യാം. എവിടെയാണോ നിങ്ങൾ നിർത്തിയത് അവിടെ ഒന്നും നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യാം. ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങാം. ഉറപ്പായിട്ടും 3 വർഷം കഴിഞ്ഞാൽ അടുത്തൊരു ലീഗൽ അസിസ്റ്റന്റ് പരീക്ഷ വരുന്നുണ്ട്. നിങ്ങൾക്ക് 3 വർഷം കഴിഞ്ഞവരാണെങ്കിൽ, എൻറോൾ ചെയ്ത് 3 വർഷം കഴിഞ്ഞവരാണെങ്കിൽ APPയുടെ എക്സാം നടക്കുന്നുണ്ട്, സിവിൽ ജഡ്ജിന്റെ എക്സാം നടക്കാൻ പോകുന്നുണ്ട്. അതുകൂടാതെ അടുത്ത വർഷത്തിൽ കേരള PSCയുടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റന്റിന്റെ പരീക്ഷ നടക്കുന്നുണ്ട്. ഇതുകൂടാതെ ജനറൽ PSCകൾ ഒരുപാട് നടക്കുന്നുണ്ട്. സോ നിങ്ങൾക്കൊരു ഗവൺമെന്റ് സർവീസിൽ എത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക. ഇനി വെയിറ്റ് ചെയ്തിരിക്കുകയല്ല ചെയ്യേണ്ടത്. അടുത്ത നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആരും തന്നെ വെയിറ്റ് ചെയ്തിരിക്കരുത്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഇത്ര ആൾക്കാർ തമ്മിലേ ഉള്ളൂ. അതിൽ തന്നെ എത്ര പേര് ആത്മാർത്ഥമായി പഠിച്ചവരുണ്ട് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഒരു 200-ൽ താഴെ എണ്ണമൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അവർ തമ്മിലേ കോമ്പറ്റീഷൻ ഉള്ളൂ. വൺ അമംഗ് ദം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. ആ രീതിയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങാം. വിഷമിച്ചിരിക്കുകയല്ല വേണ്ട, സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക, ബുക്ക് ഇടുക, പഠിച്ചു തുടങ്ങാം, കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ടാർഗറ്റിലേക്ക് എത്താൻ പറ്റും. നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾക്ക് ഈസി ആയിട്ട് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റും. സോ ഹോപ്പ്ഫുള്ളി നമുക്ക് ഇനിയും മറ്റ് ക്ലാസ്സുകൾക്കകത്ത് കാണാം. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഇതിൽ റാങ്ക് പ്രതീക്ഷിച്ചിരിക്കുന്നവരെല്ലാം കൃത്യമായിട്ട് ചാനൽ ഫോളോ ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ, ഫ്യൂച്ചർ അപ്ഡേറ്റുകൾ ഞങ്ങൾ തരാം. അല്ലാത്തവർ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക, കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്. കാണാം.